വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സുബർ. ഇന്നും പുഡിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. കേക്കിൻ്റെ ആ ഒരു മോഡലിലാണ് പുഡിങ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്നും നമ്മൾ ട്രയലാണ് ചെയ്യുന്നത്, പക്ഷേ അതൊന്ന് വ്യത്യാസമായിട്ട് കേക്കിൻ്റെ ആ ഒരു രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നുള്ള ഒരു വീഡിയോ കൂടിയാണിത്. ജലാറ്റിൻ വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കി കാണിക്കുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുഡിങ് ജലാറ്റിൻ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. 2 ലെയർ ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. കോഫിയും ചോക്ലേറ്റും ഫ്ലേവറാണ് വരുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഈ ഒരു മോൾഡിലാണ് കേട്ടോ. സിലിക്കോണിൻ്റെ മോൾഡാണിത്. മുന്നേ ഞാൻ ഈ ഒരു സിലിക്കോണിൻ്റെ മോൾഡിൽ പുഡിങ് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഈ ഒരു മോൾഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 ഇഞ്ച് ഹൈറ്റും 8 ഇഞ്ച് വീതിയുമാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഐസ് ട്രേ ആണ്. ഇതിലാണ് പുഡിങ്ങിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബോൾസ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പം നമുക്ക് എന്നത്തേന്നും വ്യത്യാസമായിട്ട് ഈ ഒരു പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സിലിക്കോണിൻ്റെ ഈ ഒരു മോൾഡിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതിലേക്ക് നേരിട്ട് ഒഴിച്ച് സെറ്റ് ആക്കുന്ന സമയത്ത് അതിൻ്റെ ഷേപ്പിലൊക്കെ വ്യത്യാസം വരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാനും ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മോൾഡ് ഒരു പ്ലേറ്റിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ചൈന ഗ്രാസിന് പകരം ജലാറ്റിൻ വെച്ചിട്ടാണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് 50 ഗ്രാമിൻ്റെ ജലാറ്റിനാണ് കേട്ടോ. അപ്പം ചൈന ഗ്രാസ് വെജിറ്റേറിയൻ ആണ്. ഈ ഒരു ജലാറ്റിന് നോൺ വെജ് ആണ് കേട്ടോ. മൃഗങ്ങളെ എല്ലിൽ നിന്നും സ്കിന്നിൽ നിന്നൊക്കെയാണ് കേട്ടോ ഈ ഒരു ജലാറ്റിന് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും പശു, പിഗ്, ഫിഷ് അതൊന്നൊക്കെയാണ് കേട്ടോ ഇതുണ്ടാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 110 രൂപയാണ് കേട്ടോ. അപ്പോൾ 2 റേറ്റിലായിട്ട് നമുക്ക് ഈ ഒരു ജലാറ്റിൻ കിട്ടും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ജെല്ലിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറകിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിന് 110 രൂപയാണെന്ന്. അതെന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജലാറ്റിൻ്റെ മുകളിൽ ഹലാൽ എന്ന് എഴുതിയിട്ടുണ്ട്. മുസ്ലിംസിനൊക്കെ ഈ ഒരു ജലാറ്റിനാണ് കേട്ടോ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജലാറ്റിന് പിഗ്ഗൊന്നും ഉണ്ടാക്കിയെടുക്കുന്നു, പിഗിൻ്റെ ബോണൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ അത് അവർക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഇത് വാങ്ങുന്ന സമയത്ത് അവരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഹലാലിന് എഴുതാത്ത സാധാ രീതിയിലുള്ളതിനാണെങ്കിൽ 75-80 രൂപ അങ്ങനെ എന്തോ വരുന്നുള്ളൂ കേട്ടോ റേറ്റ്. എപ്പോഴും നമ്മൾ ചൈന ഗ്രാസ് വെച്ചിട്ടാണ് പുഡിങ് സെറ്റ് ചെയ്തെടുക്കാറുള്ളത്. ഇന്ന് ജലാറ്റിൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ 1.5 ടേബിൾ സ്പൂണ് ജലാറ്റിന് 1/2 ലിറ്റർ പാലിലേക്കാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 2 ഫ്ലേവറിൽ 2 ലെയറായിട്ടാണ് ഈ പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ചോക്ലേറ്റ് ഫ്ലേവറിലും കോഫി ഫ്ലേവറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള പുഡിങ്ങാണ് റെഡിയാക്കുന്നത്. 1/2 ലിറ്റർ പാലിൽ അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ജലാറ്റിനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് തണുത്ത വെള്ളം, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുള്ള തണുത്ത വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 1/2 കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല, അത് മുങ്ങിക്കിടക്കുന്ന ആ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു 15 മിനിറ്റോളം നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കുക കേട്ടോ, കുതിരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു ടിൻ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ പകുതിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് ഇത് 395 ഗ്രാം 400 ഗ്രാമോളാണ് ഉള്ളത്. ഇതിൻ്റെ പകുതിയാണ് കേട്ടോ ഈ ഒരു 1/2 ലിറ്റർ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കി പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് മുഴുവൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് വെക്കുക. അപ്പോൾ ഇത് ചോക്ലേറ്റിൻ്റെ പുഡിങ് ആയതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് കുറച്ച് ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഷുഗർ നോക്കിയിട്ട് ചേർക്കാമെന്ന് പറയുന്നത്. നമ്മൾ ചോക്ലേറ്റ് ചേർക്കുന്നില്ലെങ്കിൽ ആ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിലേക്ക് പാൽ ഒഴിച്ചിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്താൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഞാനിതിൽ നേരിട്ട് കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്താണ്. ഇനി ഇതിലേക്ക് ഓരോ മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമല്ല കേട്ടോ, നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ.
ജെലാറ്റിൻ വെച്ചിട്ടുണ്ടാക്കുന്ന പുഡിങ്ങും അതുപോലെ തന്നെ ചൈന ഗ്രാസ് വെച്ച് ഉണ്ടാക്കുന്ന പുഡിങ്ങിൻ്റെയും ടെക്സ്ചർ രണ്ടും രണ്ടാണ് കേട്ടോ. രണ്ടും ജെല്ലിങ് ഏജൻറ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ ഒരു ജെലാറ്റിൻ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ജിഗ്ലി മോഡൽ, ഇങ്ങനെ നമ്മൾ തട്ടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകുന്ന ആ ഒരു രീതിയിലാണ് പുഡിങ് ഉണ്ടാവുക. പക്ഷേ നമ്മൾ ചൈന ഗ്രാസ് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നല്ല കുറച്ചൊരു കട്ടിയിൽ നമ്മൾ കുറച്ചിങ്ങനെ കട്ട് ചെയ്തെടുക്കാനുള്ള ആ ഒരു രീതിക്കാണ് കേട്ടോ ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പാലിൻ്റെ മിക്സ് നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നല്ലവണ്ണം പുഡിങ്ങിന് എപ്പോഴും നല്ലവണ്ണം ചൂടായാൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ജെലാറ്റിൻ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാവുക. ഇനി ഇതിനെ രണ്ട് രീതിയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നേരിട്ട് നമ്മൾ ആ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റ് ചെയ്തിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കുക. ഈ ഒരു ജെലാറ്റിന് നേരിട്ട് നമ്മൾ സ്റ്റൗ ടോപ്പിലേക്ക് വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാൻ പാടില്ല കേട്ടോ. ഡബിൾ ബോയിലിംഗ് രീതിയിൽ മാത്രമേ ഇത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കുക. അതിൻ്റെ മുകളിൽ ഈ ഒരു പാത്രം ഇറക്കി വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. അതാണ് കേട്ടോ ഡബിൾ ബോയിലിംഗ് മെത്തേഡ്. ഇനിയിപ്പോൾ അതാ ഞാനിത് നേരിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. ഈ ഒരു ജെലാറ്റിൻ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചൈന ഗ്രാസ് ചെയ്തെടുക്കുന്ന പോലെയല്ല ഈ ഒരു ജെലാറ്റിൻ ചേർത്ത് കൊടുക്കുന്നത്. ചൈന ഗ്രാസ് ആണെങ്കിൽ ചൈന ഗ്രാസിൻ്റെ ആ ഒരു ചൂടും ഈ ഒരു മിൽക്കിൻ്റെ ഈ ഒരു ചൂടും ഒരേപോലെ വരണം അല്ലേ. പക്ഷേ ഈ ഒരു ജെലാറ്റിന് ആ ഒരു രീതിയിൽ വേണ്ട കേട്ടോ. ചൂടായിട്ടുള്ള ആ ഒരു മിൽക്ക് മിക്സിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതിന്ന് പെട്ടെന്ന് തന്നെ അതിലേക്ക് മെൽറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പം ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് പുഡിങ്ങിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഈ ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു പുഡിങ് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമ്മൾ ഈ ഒരു ട്രേയിലേക്ക് പുഡിങ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ അടപ്പ് വെച്ച് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അധികം അമർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ട്രേയിൽ സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് ആ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു പുഡിങ് നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു മോൾഡിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു പുഡിങ് ഉണ്ടല്ലോ, നമ്മൾ ചൈന ഗ്രാസിൻ്റെ പുഡിങ് ഉണ്ടാക്കുന്ന പോലെയല്ല. ചൈന ഗ്രാസിൻ്റെ പുഡിങ് അതിൻ്റെ ആ ഒരു ചൂട് മാറി റൂം ടെമ്പറേച്ചറിൽ ആവുമ്പോഴത്തേക്കും അത് സെറ്റ് ആവും കേട്ടോ. പക്ഷേ നമ്മൾ ജെലാറ്റിൻ ചേർത്തിട്ടുള്ള ഈ ഒരു പുഡിങ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാൽ മാത്രമേ സെറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഇത് 2 ലെയറായിട്ട് ചെയ്യുന്ന പുഡിങ്ങാണ്. അപ്പോൾ ഈ ഒരു പുഡിങ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്ത് തണുപ്പിച്ചാൽ മാത്രമേ സെറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം വേണം അടുത്ത പുഡിങ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. ഏകദേശം 1 മണിക്കൂറോളം വേണം കേട്ടോ ആ താഴത്തെ ലെയർ ഒന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. 2 ലെയറായിട്ടുള്ള പുഡിങ് ആയതുകൊണ്ട് തന്നെ താഴത്തെ ആ ഒരു പുഡിങ്ങിൻ്റെ ലെയർ സെറ്റ് ആയതിന് ശേഷമേ രണ്ടാമത്തെ ലെയർ പുഡിങ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 മണിക്കൂറിന് ശേഷമാണ് ഈ ഒരു പുഡിങ് രണ്ടാമത്തെ ലെയറായിട്ട് വരുന്ന ഈ ഒരു കോഫി പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതാ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് ആവശ്യമുള്ള കോഫിയാണ് വേണ്ടത്. ഞാനിവിടെ ബ്രൂവിൻ്റെ 2 ടേബിൾ സ്പൂണ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു പാലിൻ്റെ മിക്സ് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാല് അത്യാവശ്യം നല്ലോണം ചൂടായിട്ട് വരട്ടെ. നേരത്തെ നമ്മൾ ചോക്ലേറ്റ് പുഡിംഗ് ഉണ്ടാക്കിയ സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജെലാറ്റിനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു കോഫി ഫ്ലേവറിലുള്ള പുഡിങ്ങിലേക്കും 1 ടേബിൾ സ്പൂണ് ജെലാറ്റിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതായത് 15 ഗ്രാം ജെലാറ്റിനാണ് കേട്ടോ അതിലേക്ക് എടുത്തിട്ടുള്ളത്. അതാണ് അതിൻ്റെ കണക്ക്. അല്ലെങ്കിൽ 3 ടീസ്പൂൺ കേട്ടോ. അപ്പം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പാല് നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള കോഫി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു പാലിൽ കിടന്ന് അത് മെൽറ്റ് ആയിക്കോളും. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ജെലാറ്റിനാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പുഡിങ്ങിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്.
ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ഈ ജെലാറ്റിൻ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഒരു കോഫി പുഡിങ് ഇതിൻ്റെ ചൂടോടെ തന്നെ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഇത് ഒന്ന് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് മാറിയതിന് ശേഷം വേണം ആദ്യത്തെ ലെയർ പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ചൈന ഗ്രാസിൻ്റെ പുഡിങ് ആണെങ്കിൽ ഇത് ചൂടാറുന്നതിനനുസരിച്ചിട്ട് സെറ്റായിട്ട് വരും കേട്ടോ. പക്ഷേ ഇത് ജെലാറ്റിൻ ചേർത്തിട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ചാൽ മാത്രമേ സെറ്റ് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു പുഡിങ് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മാത്രം ആദ്യത്തെ ലെയർ പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ ഈ ഒരു പുഡിങ്. അതിൻ്റെ മുകൾ ഭാഗം കണ്ടില്ലേ, കുറച്ചൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേണം നമ്മൾ രണ്ടാമത്തെ ലെയർ കോഫി പുഡിങ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുന്നേ ആയിട്ട് ഇതിലേക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുറച്ച് ഒന്ന് ഹോളാക്കി കൊടുക്കുക കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ചെറുതായിട്ട് ഒന്ന് ഹോളാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് രണ്ടാമത്തെ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് നേരിട്ട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഇതുപോലെ ഒരു സ്പൂണോ ഒരു തവിയോ എന്തെങ്കിലും വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എല്ലാം കൂടി ചിലപ്പോൾ പെട്ടെന്നൊന്ന് മിക്സായിട്ട് വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചൂടോടെ രണ്ടാമത്തെ ലെയർ പുഡിങ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആദ്യത്തെ സെറ്റായിട്ടുള്ള ആ ഒരു പുഡിങ് മെൽറ്റ് ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടാമത്തെ ലെയർ പുഡിങ് ഒന്ന് തണുത്തതിന് ശേഷം അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയെന്ന്. ഇനി ഈ ഒരു പുഡിങ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് തണുപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏറ്റവും കുറഞ്ഞൊരു 3-4 മണിക്കൂറെങ്കിലും ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മളെ പുഡിങ് റെഡി ആവുള്ളൂ. ഞാനിത് തലേ ദിവസം ഉണ്ടാക്കിയതാണ്. പിറ്റേ ദിവസമാണ് കേട്ടോ ഞാനിത് ഡിമോൾഡ് ചെയ്തെടുക്കുന്നത്. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഫ്രീസറിലല്ല, താഴത്തെ തട്ടിലാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കേണ്ടത്. ഇത് പിറ്റേ ദിവസം സെറ്റ് ആയതിന് ശേഷം എടുത്തതാണ് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ ജെലാറ്റിൻ വെച്ചിട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ ആയിരിക്കും കേട്ടോ ഈ ഒരു പുഡിങ്ങിന് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഈ ഒരു പുഡിങ് നമ്മൾ ഡീമോൾഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ ഒരു നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വിടിയിച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പം പുഡിങ് നമ്മൾ ഡീമോൾഡ് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇത് ഞാനൊരു പ്ലേറ്റിലേക്കാണ് കേട്ടോ ഡിമോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് ഡിമോൾഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്ലേറ്റിൽ കുറച്ച് ഇളം ചൂടുവെള്ളം, ഒരുപാട് ചൂടാവരുത്, പുഡിങ് മെൽറ്റായി പോവും. ഇളം ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക. ഇതിൻ്റെ ഈ ഒരു അടിഭാഗം, ഈ ഒരു താഴെ ഭാഗം മാത്രം കേട്ടോ. എന്നിട്ട് നമ്മൾ ഡിമോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാ സൂക്ഷിച്ച് വേണം കേട്ടോ നമ്മൾ ഇതൊന്ന് വിടിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാ നമ്മളെ അടിപൊളിയായിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പുഡിങ് പുറത്തേക്ക് സെയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇടാം. ഇതിന് മുന്നേ ഞാൻ ഈ ഒരു മോൾഡ് വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കേക്കൊക്കെ സെയിൽ ചെയ്യുന്ന പോലെ നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഈ ഒരു പുഡിങ് അതേ രീതിയിൽ സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെതായിട്ടുള്ള കണ്ടെയ്നർ വാങ്ങാൻ വേണ്ടി കിട്ടും. അതിലാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യാറുള്ളത്. ഞാൻ പുറത്തേക്ക് സെയിൽ ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുന്നേ കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ.
അപ്പോൾ അത് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ കണ്ടില്ലേ എങ്ങനെയാണെന്നുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ബർത്ത്ഡേക്കോ ആനിവേഴ്സറിക്കോ അങ്ങനെ ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നേരത്തെ ബോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കുക. ഈ ഒരു ട്രേയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം എടുക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ആ ഒരു പുഡിങ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതിൻ്റെ ആ ഒരു അടപ്പ് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് പ്രസ് ചെയ്യരുതെന്ന്. ഞാൻ നല്ലവണ്ണം പ്രസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ വന്നത് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒക്കെ വെച്ചിട്ട് ബോൾസ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. കുറച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് കളർഫുള്ളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ദാ ഇതൊന്ന് നമ്മൾ ഡിമോൾഡ് ചെയ്തെടുക്കുകയാണ്. ജലാറ്റിൻ വെച്ചിട്ട് ചെയ്തതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ബോൾസ് ചോക്ലേറ്റ് ബോൾസ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ സിലിക്കോണിൻ്റെ ഫ്ലവർ മോൾഡ് ഉണ്ട്. അതിൽ ഈ ഒരു പുഡിങ് ഒഴിച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫ്ലവർ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കുക. അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ആനിവേഴ്സറീൻ്റെ സ്റ്റിക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ കേക്ക് എങ്ങനെയാണോ സെറ്റ് ചെയ്തെടുക്കുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു പുഡിങ്ങും സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതുപോലെ തന്നെ 2 ലെയറായിട്ട് നമുക്ക് ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ദാ ഒരു ഹാപ്പി ആനിവേഴ്സറീൻ്റെ ഒരു സ്റ്റിക്കും കൂടി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ ഏകദേശം ഒരു കേക്കിൻ്റെ ആ ഒരു രീതിയിൽ തന്നെയാണല്ലേ ഇതുള്ളത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കേക്കിന് പകരം ഒരു വെറൈറ്റി ആയിട്ടൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ നിങ്ങൾ കണ്ടില്ലേ ജലാറ്റിൻ ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ടെക്സ്ചറിലുള്ളത്. ചൈന ഗ്രാസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ പുഡിങ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം അടുത്ത പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ചൈന ഗ്രാസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള പുഡിങ്ങിൻ്റെ വീഡിയോ ആണിത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ചൈന ഗ്രാസ് കൊണ്ടും ജലാറ്റും കൊണ്ടും നമ്മൾ പുഡിങ് ഉണ്ടാക്കി രണ്ടും 2 ടെക്സ്ചറാണ് എന്നുള്ളത്. ഇത് ജലാറ്റിൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു പുഡിങ് കിട്ടുന്നത്. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പം ഈ ഒരു പുഡിങ് നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കുന്നതിനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇപ്പം തന്നെ നമ്മളെ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോ തന്നെയാണ് പറയുന്നതെങ്കിൽ അത്യാവശ്യം വലിയൊരു വീഡിയോ ആയിട്ട് പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ട്. അത് അടുത്ത ഓരോരോ വീഡിയോയിലായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ദാ കണ്ടില്ലേ ആ ഒരു സിൽക്കി ടെക്സ്ചറിലാണ് കേട്ടോ ഈ ഒരു പുഡിങ് ഉള്ളത്. ഇത് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കോഫീൻ്റെയും അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെയും കൂടി ഫ്ലേവർ രണ്ടും ഒരുമിച്ച് വരുമ്പോൾ അതും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ് കൂടിയാണ് ഇത്. അപ്പോൾ ദാ ഇത് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടില്ലേ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ ദാ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ നമ്മൾ 2 ലെയറിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. രണ്ടും സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ചിലർ പറയണ കേട്ടിട്ടുണ്ട് താഴത്തെ ലെയർ സെറ്റ് ചെയ്ത് രണ്ടാമത്തെ ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മളിത് ഡിമോൾഡ് ചെയ്തെടുക്കുമ്പോൾ മുകൾ ഭാഗത്തെ ആ ഒരു പുഡിങ്ങിൻ്റെ ലെയർ നീങ്ങി പോകുന്നുള്ളത്. പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു പുഡിങ്ങിൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു രീതിയിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീടുള്ള വീഡിയോയിലൊക്കെ പറയാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തും കൂടി നോക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.